ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടികയല്ല, സ്ഥാനാർത്ഥികളുമായിട്ട് റോഡ് ഷോ നടത്തുന്ന പാർട്ടിയായിട്ട് CPM-ഉം CPI-യും മാറിക്കഴിഞ്ഞിരിക്കുന്നു, അഥവാ LDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. 106 സ്ഥാനാർത്ഥികൾ ഇന്ന് തെരുവിലിറങ്ങി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ UDF? ചിത്രത്തിൽ എവിടെ? കോതമംഗലം വാടാട്ടുപാറയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസ് തമ്മിലിടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിലാണ് തർക്കമുണ്ടായിരിക്കുന്നത്. അതിന് ദൃശ്യങ്ങളിലേക്ക് പോകാം. ശ്രുതി, അടിയെന്ന് പറഞ്ഞാൽ പോരാ, പൊരിഞ്ഞ അടി. അതായത് നടു റോട്ടിൽ കിടന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. നിരവധി പ്രവർത്തകർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. സ്ഥാനാർത്ഥികളുമായിട്ട് റോഡ് ഷോ നടത്തുന്ന പാർട്ടിയായിട്ട് CPM-ഉം CPI-യും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇത് അടിയല്ല കേട്ടാ, ഇത് അടിയല്ല. ഇത് ഞങ്ങൾ കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറിയാണ്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി അങ്ങനെ അടികൂടാറില്ല. എല്ലാവരുടെയും സ്നേഹപ്രകടനമാണ്. ഞങ്ങൾ ഉടനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 2 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇലക്ഷൻ ഒന്ന് പ്രഖ്യാപിച്ചോട്ടെ, സ്ഥാനാർത്ഥി പട്ടിക ഉടൻ വരും. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? അത് ഞങ്ങൾ റെഡിയാണെന്ന്, ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അനിശ്ചിതത്വമാണ് എല്ലാവരും വൈകിക്കാൻ കാരണം. എല്ലാവരും പൂർത്തിയാക്കി വെച്ചിരിക്കുക. ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയമുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി. നിങ്ങളുടെ വിശ്വാസം ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം. മണിക്കൂർ ഇത്രയും കഴിഞ്ഞു. 2 പേരുടെ പേര് പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം. ആദ്യം മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞു. 51 ചുരുങ്ങി. ഇപ്പോൾ അത് വീണ്ടും 30 32 ചുരുങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പോക്കറ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ്. അതെ, ഞങ്ങളുടെ നേതാവ് പറഞ്ഞല്ലോ ഇലക്ഷൻ നേരത്തെ ഡിക്ലെയർ ചെയ്തുകൊണ്ടാണെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ സ്ഥാനാർത്ഥികൾ വൈകിയത്. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം.